ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 60/2015 കാറ്റഗറി കോഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. PSCയുടെ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വോൾട്ടേജസ് യൂസിങ് ആൻ 8-bit ബൈനറി കോഡ്, how many values can be defined? Option A 128, option B 256, option C 64, option D 16. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 256 ആണ്. ഇപ്പോൾ 256 വരുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നോക്കാം ജസ്റ്റ് ഒന്ന്. നമുക്കിവിടെ 8-bit ബൈനറി കോഡാണ്. സോ എത്ര ബിറ്റ് റെപ്രസെൻ്റ് ചെയ്യായിരിക്കും? മാക്സിമം 2⁸ ആണല്ലോ. 2⁸ എന്ന് പറയുമ്പോൾ 256. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്: ദ മെമ്മറി യൂസ്ഡ് ടു ഹോൾഡ് ദ അഡ്രസ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ ക്യാഷ് ഈസ്. ഫസ്റ്റ് ഈസ് അസോസിയേറ്റീവ് മെമ്മറി, ഓപ്ഷൻ ബി primary memory, option C secondary memory, and option D register. അപ്പോൾ ഇത് അങ്ങനെ സാധാരണ കാണുന്നൊരു ക്വസ്റ്റ്യൻ അല്ല. ദേ നോക്കിയേ, ക്യാഷിലാണ് നമ്മുടെ ഡേറ്റയുടെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ ആ മെമ്മറിയുടെ പേരെന്താണെന്നാണ്. ദ ആൻസർ ഈസ് അസോസിയേറ്റീവ് മെമ്മറി. അസോസിയേറ്റീവ് മെമ്മറിയെ തന്നെ നമ്മൾ കണ്ടന്റ് അഡ്രസ്സബിൾ മെമ്മറി എന്നും പറയും. ഓക്കെ. അപ്പോൾ ക്യാഷിൽ വെച്ചിട്ടുള്ള ഡേറ്റയുടെ അഡ്രസ്സ് എവിടെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മെമ്മറിയിലാണ്? അസോസിയേറ്റീവ് മെമ്മറി. ഓക്കെ. ദെൻ ഡാഷ് ഈസ് എ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മെത്തേഡ്. ബേസിസ് പാത്ത് ടെസ്റ്റിംഗ്, കോഡ് പാത്ത് അനാലിസിസ്, ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആൻഡ് റിക്കവറി ടെസ്റ്റിംഗ്. ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നമുക്കറിയാം, ഒരു ഫങ്ഷണാലിറ്റി, സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. ഒരുപാട് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഏതാണ്? ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആണ്. ഓക്കെ, ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ് ആണ് തന്നിട്ടുള്ളത്. അടുത്തത് നോക്കുക. ദ സ്ട്രാറ്റജി ഓഫ് ടെമ്പററിലി സസ്പെൻഡിങ് ദ റണ്ണിംഗ് പ്രോസസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്, ഓപ്ഷൻ ബി ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ഓപ്ഷൻ സി പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ്, ഓപ്ഷൻ ഡി നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ്. ടെമ്പററിലി സസ്പെൻഡിങ് ദ റണ്ണിംഗ് പ്രോസസ്. ഓക്കെ, ആ ഒരു സ്ട്രാറ്റജി വരുന്നത് എപ്പോഴായിരിക്കും? നമ്മുടെ പ്രിയംറ്റീവ് ഷെഡ്യൂളിങ്ങിലാണ് ആണല്ലോ. പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ് ആൻസർ. പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് നമുക്കറിയാം, ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് പ്രിയംപ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്, വേറൊരെണ്ണത്തിലേക്ക് തട്ടിയെടുത്തുകൊണ്ട് പോവാണ് ആണേ. ഓക്കെ, അപ്പോൾ അതവിടെ ടെമ്പററിലി ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഏത് സ്ട്രാറ്റജിയിൽ വരുന്നതാണ്, ഏത് ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജിയിൽ വരും എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 4 keys dash a creation of a new job, dispatching of new task, creation of new process, ലാസ്റ്റ് ഓപ്ഷൻ ഇൻക്രീസിങ് പ്രയോറിറ്റി ഓഫ് പ്രോസസ്. ഫോർക്ക് എപ്പോഴും നമുക്കറിയാം, അത് പ്രോസസ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോളാണ് ഫോർക്ക് എന്ന് പറയുന്നത്. സോ ക്രിയേഷൻ ഓഫ് ന്യൂ പ്രോസസ്, പ്രോസസ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോളാണ് ഫോർക്ക്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: റെസൊല്യൂഷൻ ഓഫ് എക്സ്റ്റേർണലി ഡിഫൈൻഡ് സിമ്പിൾ ഈസ് ഡൺ ബൈ ലിങ്കർ, ലോഡർ, കമ്പൈലർ, അസംബ്ലർ. അത്രയാണ് ഓപ്ഷൻ. എക്സ്റ്റേർണലി ഡിഫൈൻഡ് സിമ്പിളിന് റെസൊല്യൂഷൻ നടത്തുന്നത് ആരായിരിക്കും? നമ്മുടെ ലിങ്കർ ആയിരിക്കും. ലിങ്കർ. ഓക്കെ, ഓപ്ഷൻ എ ലിങ്കർ. കമ്പൈലർ എന്താണെന്നോ അസംബ്ലർ എന്താണെന്നോ ഒക്കെ ഓട്ടോമാറ്റിക്കലി അറിയാം. അതുപോലെ തന്നെ ലോഡറിൻ്റെ മെയിൻ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ലോഡർ ഒരു സിസ്റ്റം പ്രോഗ്രാമാണ്. അത് ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം അത് മെമ്മറിയിൽ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേർണലി ഡിഫൈൻഡ് സിമ്പിളിനെ ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ ലിങ്കർ ആയിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഡാഷ് ടോപ്പോളജി the whole network goes down if a computer's network cable is broken. ഓപ്ഷൻ എ റിംഗ്, ഓപ്ഷൻ ബി സ്റ്റാർ, ഓപ്ഷൻ സി ബസ് ആൻഡ് ഓപ്ഷൻ ഡി ടോക്കൺ റിംഗ്. ഓപ്ഷൻ ഓപ്ഷൻ സി ആയിട്ടുള്ള ബസ് ടോപ്പോളജി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ബസ് ടോപ്പോളജി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഒരൊറ്റ കേബിളിൽ തന്നെ എല്ലാ സിസ്റ്റംസും കണക്ട് ചെയ്ത് പോകുന്ന ടോപ്പോളജിയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏത് കേബിളിലാണോ നമ്മൾ എല്ലാ നെറ്റ്വർക്ക്സും എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്യണത് അതിനെ നമ്മൾ ബാക്ക് ബോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്ക് ബോൺ ഏതെങ്കിലും കാരണവശാൽ ബ്രേക്ക് ആവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എൻറ്റയർ നെറ്റ്വർക്ക് തന്നെയാണ് പോകുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബസ് ടോപ്പോളജി, ബസ്. ദെൻ
അടുത്ത ഓപ്ഷൻ ബോഡോട്ട് കോഡ് യൂസസ് ഡാഷ് ബിറ്റ്സ് പെർ സിമ്പിൾ. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 8. ബോഡോട്ട് കോഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും 5 ബിറ്റ്സ് പെർ സിമ്പിൾ ആയിരിക്കും. 5 ബിറ്റ്സ് ആണ് ബോഡോട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടൈപ്പ് ചെക്കിംഗ് ഈസ് നോർമലി ഡൺ ബൈ ഓപ്ഷൻ എ ലെക്സിക്കൽ അനലൈസർ, ഓപ്ഷൻ ബി കോഡ് ഒപ്റ്റിമൈസർ, ഓപ്ഷൻ സി സിൻടാക്സ് അനലൈസർ ആൻഡ് ഓപ്ഷൻ ഡി ലീനിയർ അനലൈസർ. നമ്മൾ കമ്പൈലറിൻ്റെ ഡിസൈൻ ഫേസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ലെക്സിക്കൽ അനലൈസർ, ദെൻ സിൻടാക്സ് അനലൈസർ, ദെൻ സെമാൻറ്റിക് അനലൈസർ, അങ്ങനെ പോകുന്നതാണ്. സോ ടൈപ്പ് ചെക്കിംഗ് നടത്തുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സിൻടാക്സ് അനലൈസർ. സിൻടാക്സ് ആണ് ടൈപ്പ് ചെക്കിംഗ് നടത്തുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് മോണിറ്റേഴ്സ്, സെമാഫോഴ്സ്, ഈവൻ കൗണ്ടേഴ്സ്, ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. എല്ലാ മെത്തേഡ് യൂസ് ചെയ്തും, മീൻസ് ഇവിടെ തന്നിട്ടുള്ള സെമാഫോർ ഈസ് എ വേരിയബിൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോണിറ്റർ, ഈവൻ കൗണ്ടേഴ്സ്, ഇതെല്ലാം വെച്ചിട്ടും നമുക്ക് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ടൈം ടു ലീവ് ഫീൽഡ് ഇൻ ദ IP header is used to find the shortest path, to find the alternate path, to avoid infinite loop, to reduce the size of packet. ടൈം ടു ലീവ് TTL ഫീൽഡ് സാധാരണ IP ഹെഡറിൽ ഇത് കാണാറുണ്ട്. TTL ഫീൽഡ് യൂസ് ചെയ്യുന്നത് ടു അവോയ്ഡ് ഇൻഫിനിറ്റ് ലൂപ്പ്. ഒരുപാട് സമയം നമ്മുടെ നെറ്റ്വർക്കിൽ പാക്കറ്റ് റൂട്ട് ചെയ്ത് നിൽക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഫീൽഡാണ് ടൈം ടു ലീവ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ടു അവോയ്ഡ് ഇൻഫിനിറ്റ് ലൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏജിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ FCFS റൗണ്ട് റോബിൻ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആൻഡ് പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഓപ്ഷൻ സി ആയിട്ടുള്ള പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ് ഇതിൻ്റെ ആൻസർ. ഏജിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. അപ്പം ഈ ഏജിങ് ടെക്നിക്ക് വഴിയാണ് വെയിറ്റ് ചെയ്യുന്ന ജോബ്സിന് പ്രയോറിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. സോ അങ്ങനെ പ്രയോറിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് വഴി അതിന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് നമ്മൾ കൂട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ വെയിറ്റേജ് നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗിലാണ് ഏജിങ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ടേം യൂസ്ഡ് ടു റെഫർ എ റോ ഇൻ ഡേറ്റാബേസ് ഈസ് ഡാഷ് ഫീൽഡ്, ടപ്പിൾ, ആട്രിബ്യൂട്ട്, എൻട്രി. അപ്പോൾ ഒരു റോയാണ് ഡേറ്റാബേസിൽ നമ്മൾ റെഫർ ചെയ്യുന്നതെങ്കിൽ റോയുടെ വേറൊരു പേര് നോക്കിയാൽ മതി. എന്താണ്? ടപ്പിളാണ്. ടപ്പിൾ. ഓക്കെ, ടപ്പിളിനെയാണ് നമ്മൾ റോ എന്ന് പറയാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ മൈക്രോ പ്രോസസർ ദ രജിസ്റ്റർ ദാറ്റ് കീപ് ദ റിസൾട്ട് ഓഫ് അരിത്തമാറ്റിക് ഓർ ലോജിക് ഓപ്പറേഷൻ ഈസ് ഓപ്ഷൻ എ പ്രോഗ്രാം കൗണ്ടർ, ഓപ്ഷൻ ബി ഫ്ലാഗ് രജിസ്റ്റർ, ഓപ്ഷൻ സി അക്യുമുലേറ്റർ, ഓപ്ഷൻ ഡി സ്റ്റാക്ക് രജിസ്റ്റർ. So result of arithmetic and logic operations are stored in the register accumulator. So option C ആയിട്ടുള്ള accumulator ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ. Thrashing occurs when computer's virtual memory subsystem is in a constant state of paging, computer's main memory got exhausted, computer's processors are in an indefinite deadlock, option D none of the above. നമുക്കറിയാം ത്രാഷിംഗ് ഒരു ഹൈ പേജിങ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ ത്രാഷിംഗ് എപ്പോഴാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് വെർച്വൽ മെമ്മറി സബ്സിസ്റ്റം ഈസ് ഇൻ എ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് പേജിങ്. അപ്പോൾ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് പേജിങ്ങിൽ കൂടെ അല്ലെങ്കിൽ പേജ് ഫോൾട്ട് ഉണ്ടാകുന്നത് വഴി ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് ത്രാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് സെറ്റ്സ് അപ്പ് എ പ്രോഗ്രാം ഇൻ മെയിൻ മെമ്മറി റെഡി ഫോർ എക്സിക്യൂഷൻ ഈസ് ഡാഷ് അസംബ്ലർ, ലിങ്കർ, എഡിറ്റർ, ലോഡർ. ഇത്രയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യനോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. സോ മെമ്മറി എക്സിക്യൂഷന് വേണ്ടിയിട്ട് പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടിയിട്ട് മെയിൻ മെമ്മറിയിൽ പ്രോഗ്രാം റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ലീഡ് എ ലോഡർ. ഓക്കെ, സോ ആൻസർ ഡി, ഓപ്ഷൻ ഡി ആയിട്ടുള്ള ലോഡർ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത്. ഫോർ ലാർജ് നെറ്റ്വർക്ക് ഡാഷ് ടോപ്പോളജി ഈസ് യൂസ്ഡ്. ഓപ്ഷൻ എ ബസ്, ഓപ്ഷൻ ബി സ്റ്റാർ, ഓപ്ഷൻ സി റിംഗ്, ഓപ്ഷൻ ഡി മെഷ്. ഒരു ലാർജ് നെറ്റ്വർക്കിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് സ്റ്റാർ ടോപ്പോളജി ആയിരിക്കും. സാധാരണ ട്രീ ടോപ്പോളജി ഉണ്ടെങ്കിൽ ട്രീ ടോപ്പോളജിയും ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ട് വരാം. പക്ഷേ നമ്മുടെ ഓപ്ഷൻസിൽ ഇപ്പോൾ ട്രീ ടോപ്പോളജി തന്നിട്ടില്ല. അപ്പോൾ ട്രീ ടോപ്പോളജിയിലും അവിടെ ലാർജ് നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാൻ തന്നെയാണ് ട്രീ ടോപ്പോളജി യൂസ് ചെയ്യുക. സോ ആ ട്രീ ടോപ്പോളജിയിൽ ഓരോ ഏരിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോന്നും തന്നെ, അല്ലെങ്കിൽ ഒരു ട്രീ ടോപ്പോളജിയിൽ 2 or more സ്റ്റാർ നെറ്റ്വർക്ക്സ് ആയിരിക്കും ഉണ്ടാവുക. 2 or more സ്റ്റാർ നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്തിട്ടായിരിക്കും അവിടെ ട്രീ ടോപ്പോളജി ഉണ്ടാകുന്നത്. സോ ഫോർ എ ലാർജ് നെറ്റ്വർക്ക് സ്റ്റാർ ടോപ്പോളജി ഈസ് യൂസ്ഡ്.
Then the last question is ARPANET stands for American Research Project Agency Network, Asian Research Project Agency Network, Ad Hoc Research Project Agency Network, Advanced Research Project Agency Network. ARPANETന്റെ ഫുൾ ഫോം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ARPANET stands for Advanced Research Project Agency Network. So thank you for watching the video. Thank you all.